ഞാൻ രഞ്ജിത്ത് തൃശ്ശൂർക്കാരനാണ്. യോഗ പ്രാണവിദ്യ ഹീലിംഗ് സയൻസസിൻ്റെ സീനിയർ മോസ്റ്റ് ട്രെയിനറാണ്. ആൻഡ് ദെന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. വിദേശത്തുള്ള വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരം, നമ്മുടെ സ്ഥൂല ശരീരത്തെക്കുറിച്ചും സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചുമാണ്. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതും കൈകൊണ്ട് തൊടാൻ സാധിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ചുറ്റുമായിട്ടൊരു പ്രകാശ വലയമുണ്ട്. ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിനെ ഓറിക് സയൻസ് അല്ലെങ്കിൽ എനർജി ബോഡി എന്നൊക്കെ അതിനെ പറയാം. ഇപ്പോൾ 1939 കാലഘട്ടങ്ങളിൽ കിർലിയൻ ദമ്പതിമാർ, റഷ്യൻ സയൻറ്റിസ്റ്റുകൾ ഇത് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ ഇതായിട്ട് നമുക്കറിയാം. ഈ എനർജി ബോഡിയിലേക്കാണ് ആദ്യം അസുഖങ്ങളൊക്കെ വരിക. ഡിസീസ്ഡ് എനർജീസ് ആൻഡ് കണ്ടാമിനേറ്റഡ് സം അതർ കൈൻഡ് ഓഫ് എനർജീസ് കമ്മിങ് ത്രൂ ദ എനർജി ബോഡി. എന്നിട്ടാണ് അത് ശരീരത്തിലേക്ക് കടന്നു വരുള്ളൂ. ശരീരത്തിലേക്ക് കടക്കാൻ ഡയറക്റ്റ് ഈ മൈക്രോബ്സ്, ജെംസ് അല്ലെങ്കിൽ വേറെ പൊള്യൂട്ടഡ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും കടന്നു വരാനായിട്ട് അത്ര ഈസിയല്ല. അപ്പോൾ ആദ്യം ഊർജ്ജ ശരീരത്തിൽ വന്നിട്ടാണ് ഇവർ വന്ന് നിൽക്കുക. പിന്നെ അവിടെ നിന്ന് ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ പിന്നെയും പെർമിഷൻ കിട്ടേണ്ടതുണ്ട്, ശരീരത്തിൻ്റെ പെർമിഷൻ കിട്ടേണ്ടതുണ്ട്. പൊതുവെ നമുക്കറിയാം, ഒരു അസുഖം നമുക്ക് വന്നിട്ട് അത് മാറി പോകുന്നത് തന്നെ മാറിപ്പോകുന്നത് കാണാം. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ചില മൈക്രോബുകൾ, ജെംസ് വന്ന് അസുഖത്തിനുള്ള തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ചുറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന അതിശക്തമായി പ്രവർത്തിക്കുന്ന വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് ഉണ്ട്. നമ്മൾ മലയാളത്തിൽ അതിനെ മർമ്മക്ഷേത്രങ്ങൾ എന്നാണ് പറയുക. അത് ചൈനയിലെ ഇതിനെ അക്യൂപഞ്ചർ പോയിന്റുകൾ എന്നൊക്കെ പറയും. വൈറ്റൽ എനർജി സെൻറ്റർ എന്ന് നമുക്ക് പറയാം. ഇനി ഇന്ത്യയിൽ അതിന് യോഗിക് പാരമ്പര്യങ്ങളിൽ ചക്രാസ് എന്നാണ് അറിയപ്പെടുക. അത് ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം എടുത്ത് പുറത്തു വിടുന്നത് പോലെ തന്നെ അത് ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് ഊർജ്ജത്തെ സ്വാംശീകരിക്കുകയും അതുപോലെ ഉപയോഗം കഴിഞ്ഞതും ഇനി മോശമായിട്ടുള്ള ഊർജ്ജം ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് അത് ഓട്ടോമാറ്റിക് മെക്കാനിസം അവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോഴും ശ്വാസം എടുത്ത് വിടുന്നത് പോലെ തന്നെ ഈ ചക്രകൾ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ രോഗങ്ങൾ വരാതിരിക്കുന്നതിന്, എല്ലാവർക്കും വന്ന് പകർന്ന് പോകാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. എല്ലാവരിലേക്കും ഈ രോഗം കടന്നു വരില്ല. വന്നാൽ തന്നെ അതിന് നിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ ചക്രകൾ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്ത് കളയും. അതിന് ഫിസിക്കൽ അതിൻ്റെ ഫങ്ഷൻ വളരെ പവർഫുള്ളാണ്. അതുപോലെ തന്നെ ചക്രകൾക്ക് അതിൻ്റെ ഇമോഷണൽ ഫങ്ഷൻ ഉണ്ട്, അതായത് സൈക്കോളജിക്കൽ ഫങ്ഷൻ ഉണ്ട്, പിന്നെ മെൻ്റൽ ഫങ്ഷൻ ഉണ്ട്, സ്പിരിച്വൽ ഫങ്ഷൻ ഉണ്ട്, ഡിവൈൻ ഫങ്ഷൻ ഉണ്ട്, ഒട്ടനവധി ഫങ്ഷൻസ് ഉണ്ട്. ഈ കർമ്മിക് സീഡ്സൊക്കെ, കർമ്മ നിയമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ കർമ്മബാധ്യതകൾ ഒക്കെ ഈ ചക്രകളിൽ സീഡുകളായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ നാം ജീവിതത്തിൽ സദ്ഗുണങ്ങളിൽ, സദ്ചര്യകളിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, കഴിയുന്നതും സാത്വികമായിട്ടൊക്കെ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഊർജ്ജ ശരീരത്തിൽ അഴുക്കുകളൊന്നും വന്ന് ബാധിക്കാതിരിക്കുകയും, ഇനി നമ്മുടെ ശരീരത്തിൽ അഴുക്കുകളുണ്ടെങ്കിൽ അത് പിന്നീട് അത് എനർജി പൊള്യൂട്ടഡ് ആയിട്ട് നമുക്ക് രോഗങ്ങൾ മാത്രമല്ല ഉണ്ടാക്കുക, നമുക്ക് ബാഡ് ലക്സ് ഒക്കെ ഉണ്ടാക്കാനും അതൊരു കാരണമാവും. നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുക, പുരോഗതി ഇല്ലാതിരിക്കുക, ജീവിതത്തിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുക, അങ്ങനെ ചില ബാഡ് ലക്കുകളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ കാരണം നമ്മുടെ ഊർജ്ജ ശരീരവുമായിട്ടും ഈ ചക്രകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സിദ്ധാന്തങ്ങളാണ്, ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മിലേക്ക് ആകർഷിക്കപ്പെടുന്ന പല ഊർജ്ജങ്ങളും അത് നമ്മുടെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടന്നു. ഇനി ഊർജ്ജ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പൊള്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാ അവസ്ഥകളെക്കുറിച്ചും ഉദ്ദേശിച്ചത്. അതായത് രോഗങ്ങൾ മാത്രമല്ല, രോഗാണുക്കൾ മാത്രമല്ല, ചീത്തയായിട്ടുള്ള ഊർജ്ജങ്ങൾ, നെഗറ്റീവ് ഫോമിലുള്ള ഊർജ്ജങ്ങൾ ഒട്ടനവധി ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലേക്ക് ആവാഹിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാനായിട്ട് അവർ ശ്രമിക്കും. അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ജീവിക്കണം. ഇപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് വളരെ അഗ്രസീവായിട്ട് നല്ലതല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ അതും ഒരു എനർജി ഫോമാണ്. എനർജിയും എല്ലാം ലോകത്ത് നിർമ്മിക്കപ്പെട്ടുള്ളത് എനർജി കൊണ്ടാണെന്ന് നമുക്കറിയാലോ. അത് നമ്മുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കപ്പെടുകയും അത് നമ്മുടെ ഓറയിലേക്ക്, നേരത്തെ പറഞ്ഞ ഊർജ്ജ ശരീരത്തിലേക്ക് കടക്കുകയും
അത് കൂടുതൽ ശക്തമായതാണെങ്കിൽ അത് ഈ ചക്രകളെ ഉള്ളിലുള്ള പെറ്റലുകളെ ഭേദിച്ച് അതിനെ സ്വാധീനിക്കപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ താളപ്പിഴകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ യോഗ പ്രാണവിദ്യയിലെ ലെവൽ 1 നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ കോഴ്സായിട്ട് ഒട്ടനവധി കോഴ്സുകളുണ്ട്. ഇത് കോഴ്സുകൾ തയ്യാറാക്കിയത് മഹാത്മാ ചൊവാക്കോക്സി എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം ഫിലിപ്പൈൻസുകാരനാണ്. ആക്ച്വലി ചൈനീസ് വംശജനാണ്, പക്ഷേ ഫിലിപ്പൈൻസിലാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ. അവിടെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിരുന്ന ഷാർലറ്റ് ആൻഡേഴ്സൺ, ഇപ്പോൾ രണ്ടുപേരും ഇല്ല, അവർ തുടങ്ങിയ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഞാൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലത്തെ ലെവൽ 1 നമ്മൾ ഈ ശരീരത്തിന് ചുറ്റുമുള്ള വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ചക്രകളെക്കുറിച്ചും ഈ ചക്രകൾക്ക് നമ്മുടെ ശരീരവുമായിട്ട് എത്രമാത്രം കണക്ഷൻ ഉണ്ട്, നമ്മുടെ ശരീര അവയവങ്ങളുമായിട്ട് എത്രമാത്രം ബന്ധങ്ങളുണ്ട്, നമ്മുടെ രോഗങ്ങൾ മാറുന്നതിനും രോഗങ്ങൾ കടന്നു വരുന്നതിനും കാരണമാകുന്നതിനെ എങ്ങനെ അതിന് പ്രതിക്രിയ ചെയ്യാമെന്നൊക്കെയാണ് ഈ ചക്രകൾ സ്വായത്തമായ കഴിവുകൾ കൊണ്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, അവിടേക്ക് വേണ്ട നമുക്ക് ശരീരത്തിലേക്ക് വേണ്ട ഓരോ അവയവങ്ങൾക്കും വേണ്ട ഊർജത്തെ സ്വാംശീകരിച്ചെടുത്ത് അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും കൂടെ അതിൻ്റെ ധർമ്മമാണ്. അതിലൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ബേസിക് ചക്ര, മൂലാധാര ചക്രമെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഈ മൂലാധാര ചക്രം വെറുതെ റൂട്ട് ചക്ര എന്നാണ് അതിനെ പറയാം. ഭൂമിയിൽ നിന്നുള്ള ശക്തമായ ഊർജ്ജത്തെ സ്വീകരിച്ച് നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങളിലേക്കും എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ചക്രയുടെ ദൗത്യം. ആക്ച്വലി ഇറ്റ്സ് കൺട്രോൾസ് ആൻഡ് എനർജൈസ് സ്കെലറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ്. അത് നമുക്കറിയാം, ബോൺ മാരോസിലാണ് നമ്മുടെ ബ്ലഡ് ഉണ്ടാവുന്നതെന്ന് അറിയാം. അപ്പോൾ ബോൺ മാരോസിലേക്കേക്ക് ശക്തിയായിട്ടുള്ള ഊർജ്ജം കടന്നു വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ബ്ലഡിനെ നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ ഓരോ ചക്രകൾക്കും അതിൻ്റേതായ ഫിസിക്കൽ ഫങ്ഷൻ ഉണ്ട്, അതിൻ്റെ സൈക്കോളജിക്കൽ ഫങ്ഷൻ ഉണ്ട്, അതിൻ്റെ മെൻ്റൽ ഫങ്ഷൻ ഉണ്ട്, സ്പിരിച്വൽ ഫങ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കാർമിക് ലെവലായിട്ട് ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം, വിശദമായി ഓരോന്നിനെക്കുറിച്ചും വ്യക്തമായി അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു. നിങ്ങൾക്ക് നന്ദി.